അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്തൊക്കെയാണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് സുഖമാണ്, അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിതാ നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് പിറ്റത്തെ ഒരു ദിവസത്തെ വീഡിയോ ആണ്. ഇത്രയും ദിവസമായിട്ട് വോയിസ് ഒന്നും കൊടുക്കാൻ കഴിയാതെ നമ്മളെ വീട്ടിൽ കുറേ വിരുന്നേരൊക്കെ ഉണ്ടായിന് കേട്ടോ. പെരുന്നാൾക്ക് ആരും ഇല്ലെങ്കിലും പിന്നെ ഉമ്മാനെ കാണാൻ ഇങ്ങനെ ഓരോരുത്തർ വന്നതുകൊണ്ട് നമുക്ക് വോയിസ് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മളിതാ പെരുന്നാൾക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടി 3 പേർക്ക് കാച്ചി വെച്ചിന് കേട്ടോ. അപ്പം അത് പായസം ഞാൻ വിചാരിച്ചു ആരും ഇല്ലല്ലോ, മക്കളൊക്കെ തറവാട്ടിൽ പോയി. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു മതി പായസം ഉണ്ടാക്കിയത് വിചാരിച്ചു പിന്നെ പായസം ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പം അത് ഞാൻ ഉച്ചവരെ ഒരു കുഴപ്പമില്ല ഇനി. അപ്പം അത് ഞാൻ നോക്കുമ്പോൾ പിന്നെ ഉച്ചൻ്റെ ശേഷം നോക്കുമ്പോൾ പാലൊക്കെ കേട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത് മോരൊക്കെ ഒഴിച്ച് വെച്ചതിന് അന്ന് മോനെ കൊണ്ട് ഒരു കുപ്പി മോരൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ പകുതി ഒഴിച്ച് വെച്ചതാണ്. അപ്പം നല്ല അടിപൊളിയായിട്ട് മോരൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കുടിച്ച ശേഷം പിന്നെ നമ്മൾ മുറ്റടിച്ച് വരലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ അക്കാക്കൊരു 9:30 ഒക്കെ ആയപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ പിറ്റേന്നൊന്നും വന്നിട്ടില്ല. അപ്പം ആരും അങ്ങനെ ഉമ്മാനങ്ങനെ കാണാൻ വരരുത് എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറിയ മക്കൾ പ്രത്യേകിച്ച് ഉമ്മാക്ക് നല്ല ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പം കോയക്കാക്ക, എൻ്റെ അക്കാക്കൻ്റെ പേരാണ് കേട്ടോ കോയക്കാക്കാന്ന് ഞാൻ അങ്ങനെ വിളിക്കൽ. അപ്പം ചിലപ്പോൾ അങ്ങനെ കോയക്കാക്ക ഒറ്റക്കായിട്ട് വന്നതാവും. അപ്പം രാവിലെ ഒരു 9:30 ഒക്കെ ആയപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുറ്റൊക്കെ അടിച്ച് വാരി കുറച്ച് കുരുമുളക് ഉണ്ടായിന്, നമ്മളെ കുരുമുളക് ഉണ്ടായിനല്ലോ, നല്ലോണം മൂത്തിട്ടുണ്ട്, ചിലതൊക്കെ പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ച് അവിടെ തിണ്ടുമ്പോൾ കൊണ്ടുപോയി വെച്ചപ്പോൾ മൂപ്പരവിടെ കത്രി ഉണ്ടായിന്, അതിൻ്റെ നെറ്റിയൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ കുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ വീഡിയോ ഒക്കെ ഞാനൊന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നല്ല ചിരി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തൈരല്ല കേട്ടോ, ഈ മോര് നമ്മൾ പാല് കേട് വന്നാൽ നല്ല തിളപ്പിച്ച് പാല് കേട് വന്നാൽ അതിലേക്ക് മോര് ഒഴിച്ച് കൊടുത്ത് അപ്പം ഒരു ദിവസം പുറത്തേക്ക് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് പുളിക്കും കേട്ടോ. അപ്പം അത് പുളിച്ചൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മിക്സിയിൽ നല്ലോണം അടിച്ച് കുപ്പിയിലാക്കി വെച്ചാൽ നല്ല അടിപൊളി സെറ്റായി നല്ല മോരായിരിക്കും. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ പാല് ഇങ്ങനെ കേടെന്നാലും ഇനിയിപ്പോൾ പാല് കേട് വരാത്ത പാലും ഞാൻ മോരുണ്ടെങ്കിൽ കുറച്ച് പാലിൽ മോര് ഒഴിച്ചാൽ നമുക്കൊരു കുപ്പി മോരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനും നമ്മൾ പച്ചമുളകൊക്കെ അങ്ങനെ ഒടിച്ചിട്ട് കുടിക്കാൻ നല്ല രസമാണല്ലോ. എൻ്റെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഈ മോരും വെള്ളം കുടിക്കാൻ. അപ്പോൾ പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് കുടിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആക്കും കേട്ടോ. അപ്പോൾ ഈ മോരും 2 കുപ്പി, 1 കിലോൻ്റെ കുപ്പിയാണോ 2 കിലോൻ്റെ കുപ്പിയാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. നല്ല 2 കുപ്പി മോര് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കി മിക്സിയിലുണ്ടതിന് അത് നമ്മളൊരു ഇതുണ്ടതിന് കേട്ടോ, എന്താ പറയൽ, വെള്ളരി. ആ വെള്ളരി എൻ്റെ താത്തേൻ്റെ വീട്ടിൽ നിന്ന് ഓൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഓൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉമ്മാനെ വന്ന് കാണും, രാവിലെ വന്ന് വൈകുന്നേരം പോകും. അപ്പോൾ ഓൾ ഓരോ സാധനമായിട്ട് ഓളുണ്ടാക്കിയതാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് ചീര ഉണ്ടായിന്. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മോര് വെച്ചിട്ടുള്ള വെള്ളരിക്കറിയും നല്ല ഉപ്പേരിയാണ് കേട്ടോ, ചീര ഉപ്പേരിയും. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ മോരൊക്കെ സെറ്റാക്കുന്നതിൻ്റെ ഇടയിൽ മീൻകാരൻ പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയി മീനൊക്കെ വാങ്ങി കൊണ്ടുവന്ന് വെച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 കുപ്പിയിൽ മോരൊക്കെ ഒഴിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പുളിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മോര് ബാക്കിയുള്ളത് നമ്മൾ വെള്ളരിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ വെള്ളരി കറി വെക്കാൻ പോവുകയാണ്. അതിൽ നല്ല ജീരകവും വലിയ ജീരകവും കുറച്ച് ഒരു നുള്ളു നല്ല ജീരകവും കുറച്ച് വലിയ ജീരകവും ഇട്ടുകാണ്ട് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടുകാണ്ട് നമ്മൾ തേങ്ങയൊക്കെ അരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളരിയൊക്കെ നല്ലോണം തൊലിയൊക്കെ കളഞ്ഞുകൊണ്ട് നല്ലോണം അരിഞ്ഞെടുത്ത് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ അതൊക്കെ കുക്കറിലൊക്കെ ആക്കി വെച്ച ശേഷം മീൻ മുറിച്ച് മസാലയൊക്കെ പുരട്ടാൻ വേണ്ടിയിട്ടാണ് 4 മീൻ മസാലയും പുരട്ടി 4 മീൻ നമുക്ക് മുളകിടാമെന്ന് വിചാരിച്ചിട്ടാണ് മുറിച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. അന്ന് ഞാൻ പിന്നെ മുളകിട്ടിട്ടില്ല, മീൻ പൊരിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഫ്രിഡ്ജിലൊരു അയിലുണ്ടേന് കേട്ടോ, അതും എടുത്തുകാണ്ട് അത് പിന്നാണ് കേട്ടോ ഞാൻ കണ്ടത്, അതിൻ്റെ ഓർമ്മയേ ഇല്ല. അപ്പം മീനൊക്കെ മസാലയൊക്കെ പുരട്ടിക്കാണ്ട് നല്ലോണം സെറ്റാക്കി വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ നല്ലൊരു അയിലുണ്ടേനി, അതും ഞാൻ മസാല പുരട്ടി അതും അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളരിയൊക്കെ നല്ലോണം സെറ്റാക്കിക്കാണ്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം എരി വേണോ അത്രത്തോളം പച്ചമുളകും കുറച്ച് ഉപ്പ് ഇട്ടുകൊണ്ട് നല്ലോണം വേവിക്കുക കേട്ടോ. പിന്നെ നമുക്ക്
വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങയും പാരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മോര് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല നമ്മളെ അടിപൊളി മോരും കറിയാവും കേട്ടോ. ഈ കുക്കർ നിറയെ കറി ഉണ്ടായിന് കേട്ടോ. രാത്രി ആകുമ്പോഴത്തേനും ഒരു തുള്ളി ഇല്ലേന് കേട്ടോ. അപ്പോൾ എൻ്റെ ഇത്താത്തിയൊക്കെ നാളെ വരുന്നുണ്ട്, ഇത്താത്തി മക്കളൊക്കെ. മോളൊന്ന് ഇപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ ദിവസമായിട്ട്. അപ്പോൾ ഓളും നോമ്പിൻ്റെ അന്നേ വരണം എന്നിങ്ങനെ പറഞ്ഞ് ഓക്ക് പിന്നെ വരാൻ പറ്റാത്ത ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ ആയതുകൊണ്ട് വന്നിട്ടില്ലേനിട്ടോ. അപ്പോൾ നാളെ വരും എന്നൊക്കെ പറഞ്ഞിനി. അങ്ങനെ മക്കളെ, നമ്മൾ ഇന്നത്തെ ഉച്ചക്കത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ചീര ഉപ്പേരിയാണ്. ചീര ഉപ്പേരി എന്ന് പറഞ്ഞാൽ എന്നോ കൊണ്ടുവന്ന ചീരയാണ് കേട്ടോ. നോമ്പിൻ്റെ ഏതോ ഒരു ദിവസം കൊണ്ടുവന്ന ചീരയാണ്. അപ്പോൾ അത് നല്ലോണം കഴുകി നല്ലോണം ആ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി ഉണങ്ങി കഴിഞ്ഞ ശേഷം നമ്മൾ ചീരയൊക്കെ നല്ലോണം മുറിച്ച് വെച്ചാൽ ഒരു കേടും പറ്റില്ല കേട്ടോ. എത്ര ദിവസമായി എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം കണ്ടവർക്കറിയാം. ഞാൻ ഫസ്റ്റ് ഉപ്പേരി വെച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ താളിച്ചിട്ടുണ്ട്, പിന്നെ പിന്നെയും വീണ്ടും ഒരു ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 4ാമത്തെ 5ാമത്തെ എട്ടാണ് ഉപ്പേരി വെക്കുന്നത്. കുറച്ച് മതിയല്ലോ. ഞാനും ഉമ്മയാണ്, മക്കൾ പിന്നെ അങ്ങനെ കൂട്ടില്ല. ഉപ്പേരി വെച്ചാൽ ചിലപ്പോൾ എൻ്റെ മോൻ കൂട്ടും കേട്ടോ. അപ്പം നമ്മളെ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് അടിച്ചും ഷെയർ ചെയ്യും സബ് ചെയ്യുക. ഇത് ഈ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേന്ന് എടുത്ത വീഡിയോ ആണ്. വോയിസ് ഒന്നും കൊടുക്കാൻ സമയമില്ല. അപ്പോൾ എത്ര ദിവസമായിട്ട് ഞാനിപ്പോൾ ഇന്ന് വിഷുവിൻ്റെ അന്നാണിട്ട് നല്ല പടക്കമൊക്കെ പൊട്ടുന്ന ഇതിൽ കാണുന്നുണ്ടാവും. വിഷുവിൻ്റെ അന്നാണിട്ട് ഞാൻ വോയിസ് കൊടുത്ത്. ഇപ്പോൾ വിഷുവിൻ്റെ പിറ്റേന്ന് നമുക്ക് ഇടാൻ കഴിയുമെങ്കിൽ ഇടണം. നേരം വെളുക്കുമ്പോഴത്തേന് ഇവിടെ മക്കൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നെറ്റൊക്കെ പെട്ടെന്ന് തീർക്കാണ് കേട്ടോ. അപ്പോൾ ആരെ വീഡിയോയും കാണാനിപ്പം കഴിയലില്ല. അപ്പം സമയമില്ല കേട്ടോ. തീരെ സമയമില്ല. ഉമ്മനെ കാണാൻ വിരുന്നേരായിട്ടും ഓരോരുത്തരായിട്ടും പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തീരെ സമയമില്ല. ചിലരെ വീഡിയോ ഒക്കെ ഞാൻ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ നീച്ച് പിന്നെ ആ സുബഹി നിസ്കരിച്ച് കഴിയണ വരെ 6 മണി വരെ ഞാൻ ഓരോരുത്തരുടെ വീഡിയോ തുറന്ന് വെക്കലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പോൾ തിരി 50 60 ഏറിയ 50 60 ആൾക്കാർ കാണുള്ളൂ. ഞാനിപ്പോൾ ആരും കാണലുമില്ല. അതുകൊണ്ടായിരിക്കും കുറച്ച് ആൾക്കാരതൊക്കെ ഞാൻ അങ്ങനെ തുറന്നിടലാണ് കേട്ടോ. ഞാൻ എന്നിട്ട് അതിൽ എഴുതി കമൻറ്റിൽ പറയട്ടെ ഫുള്ളായിട്ടും തുറന്നിട്ടെന്ന്. അത് ഫുള്ളായിട്ടും തുറന്നിട്ടിട്ട് തന്നെയാണ് കേട്ടോ പറയണത്. തുറന്നിട്ടെന്ന് എനിക്ക് പൊലിച്ചൊക്കെ നീച്ച് 6 മണി വരെ ആയാലും എൻ്റെ നെറ്റ് തീരൂല കേട്ടോ. എത്ര എന്ത് കണ്ടാലും എന്ത് ഡൗൺലോഡ് ചെയ്താലും എൻ്റെ നെറ്റ് തീരൂല. അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ദിവസം ഉണ്ടല്ലോ, നമ്മൾ ഈ ചോറും കറിയൊക്കെ വെക്കുന്ന ദിവസം, ആ ദിവസം നമുക്ക് അന്നത്തെ ദിവസം തീരെ പണി ഇങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ പണിയൊക്കെ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേനൊക്കെ തീരും. എൻ്റെ കുളിയും ഭക്ഷണം കഴിക്കലും ഒക്കെ 1 മണിയൊക്കെ ആകുമ്പോൾ തീരും കേട്ടോ. അപ്പം 3 മണിയായിട്ടാണ് എൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞത്. അപ്പം എന്തോ ഒരു പണി നീങ്ങാത്ത പോലെ, എന്താ എടുക്കേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ആദ്യമായിട്ടല്ലേ ഈ നോമ്പൊക്കെ കഴിഞ്ഞാൽ എടുക്കുന്ന പണിയാകുമ്പോൾ അങ്ങനെ ആവൂലേ. അല്ലെങ്കിലും നമുക്ക് രാവിലെ തന്നെ പത്തിരിയും കറിയൊക്കെ നമ്മൾ അധികം ഉണ്ടാക്കി വെക്കലുണ്ട്. എന്നാലും ചോറും കറീൻ്റെ പരിപാടികൾ മാത്രമേ ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ പരിപാടികളും മുറ്റടിച്ചലും തിരുമ്പലും തുടയ്ക്കലും ഒക്കെ നമുക്ക് പണി തന്നെയാണല്ലോ അല്ലേ. നോമ്പ് വിചാരിച്ചിട്ട് ഒരു ചോറും കറി ഉണ്ടാക്കണില്ല എന്നുള്ളൂ രാവിലത്തെ ആ സമയത്ത്. അപ്പോൾ നമ്മൾ ചീരയൊക്കെ അതൊക്കെ ഉണ്ടോ നല്ല ഒരു കേടും പറ്റാതെ നല്ല അടിപൊളിയായിട്ട് ഇന്നുണ്ടാക്കിയ ചീര പോലെ തന്നെ കേട്ടോ. നമ്മൾ അതുപോലെ ചെയ്താൽ നമ്മളെ ചീരൻ്റെ ഇല ഈ കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നനയ്ക്കാതെ ഫ്രിഡ്ജിൽ വെച്ചാലും പുതിനൻ്റെ ഇലയും കരിവേപ്പില അതൊക്കെ നനയരുത് കേട്ടോ. തീരെ നനവുണ്ടാകരുത്. അപ്പോൾ നമ്മൾ നനവുണ്ടായാൽ പാത്രത്തിൽ നമ്മളത് അടച്ച് വെച്ചാൽ ഒരു ചീഞ്ഞ മാതിരി ഉണ്ടാവും കേട്ടോ. ഈ പുതിനൻ്റെ ഇല ഇതിനൊക്കെ ഒരു നനവുണ്ടാവും. അതൊന്നും പിന്നെ പെട്ടെന്ന് ഉണങ്ങൂല്ല അതിമത്ത്. അത് പിന്നെ കുറച്ച് ദിവസം നമുക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ അത്രേ നമ്മളത് വാങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ മുരിങ്ങൻ്റെ വെള്ളരിക്കറിയൊക്കെ നല്ലോണം അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളരിക്കറി വെളിച്ചെണ്ണയും ഉലുവയും കടുകും കരിവേപ്പിലും വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ വറവിട്ടിട്ടുണ്ട്. പിന്നെ ആ ചീഞ്ചട്ടി തന്നെ നമ്മൾ മീൻ പൊരിച്ചിട്ട് ആദ്യം പപ്പടം പൊരിച്ച് പിന്നെ മീൻ പൊരിച്ച് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് തുടക്കണം.
വിശേഷം ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ബായ്.